വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വായ്പാ തിരിച്ചടവിന് ഏർപ്പെടുത്തിയ മൊറട്ടോറിയം ഇനി നീട്ടില്ല എന്ന് റിസർവ് ബാങ്ക്. മൊറട്ടോറിയം നീട്ടുന്നത് പരിഗണനയിലുണ്ടായിരുന്നുവെങ്കിലും ലോൺ തിരിച്ചടവിന് പ്രയാസമുണ്ടാകും എന്നും കിട്ടാക്കടം വർദ്ധിപ്പിക്കും എന്നുമുള്ള നിഗമനത്തിലെത്തുകയായിരുന്നു. വിവിധ ബാങ്കുകളും മൊറട്ടോറിയം നീട്ടുന്നതിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മുതലാണ് വായ്പാ തിരിച്ചടവിന് മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നത്. ആദ്യം മെയ് മാസം വരെയും പിന്നീട് ഓഗസ്റ്റ് വരെയും മൊറട്ടോറിയം നീട്ടുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെയും അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസറുടെയും മൊഴിയെടുത്തു. വിദഗ്ധ സമിതിയാണ് മൊഴിയെടുത്തത്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് സ്റ്റാഫാണ് തീപിടിച്ച വിവരം അറിയിച്ചത് എന്ന് അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ മൊഴി നൽകി. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഈ മൊഴിക്കകത്ത് എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഈ അന്വേഷണത്തിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? സനീഷ്, സെക്രട്ടേറിയറ്റ് പ്രോട്ടോകോൾ ഓഫീസിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദഗ്ധ സമിതിയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ സുനിൽ, അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ രാജീവൻ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇത് രാജീവനാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് ഇവിടെ തീപിടിക്കുന്ന കാര്യം തന്നെ വിളിച്ചറിയിച്ചത് എന്ന മൊഴി നൽകിയത്. അതേസമയം 4:40 തീപിടുത്തം ഉണ്ടായത്. 4:45 ഫയർഫോഴ്സ് സംഘം എത്തുമ്പോൾ രാജീവൻ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ന്യൂസ് 18 സംഘത്തെ ആക്രമിച്ചതും രാജീവനായിരുന്നു. അതായത് 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഇദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് എങ്ങനെ ഇദ്ദേഹം എത്തി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചെറിയ അസ്വാഭാവികത സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജീവന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിക്കണമെന്ന് വ്യക്തമാക്കുന്നു. ഏതായിരുന്നാലും ഇന്നിപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി ഈ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് ഇക്കാര്യം തന്നെ വിളിച്ചറിയിച്ചത് എന്നാണ്. മാത്രമല്ല, ഈ ഫയലുകളൊന്നും പൂർണ്ണമായി നശിച്ചിട്ടില്ല. ചില ഭാഗങ്ങൾ മാത്രമാണ് നശിച്ചത്. ഈ പരിശോധിച്ച ഫയലുകളിൽ പലതും ഇപ്പോൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ സ്കാൻ ചെയ്ത ഈ ഫയലുകൾ ഇനി വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതിനു ശേഷം മാത്രമേ പുറത്തെടുക്കൂ എന്നും നമ്മളോട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നേരത്തെ നിർദ്ദേശിച്ചത്. എങ്കിലും ഓണം കഴിഞ്ഞ് 2-3 ദിവസം, അതായത് ഒരു അടുത്ത ബുധനാഴ്ചയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് പോലെ തന്ത്രപ്രധാനമായ ഒരിടത്തുണ്ടായ തീപിടുത്തം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ സുരക്ഷാ വീഴ്ച, അല്ലെങ്കിൽ ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് കടക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ അന്വേഷിച്ച ഒരു ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച ഒരു ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് അത് ഇന്നലെ വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിക്ക് നൽകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അത് ഇന്നോ നാളെ നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ ചില രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എങ്ങനെയാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന റിപ്പോർട്ടാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായിരുന്നാലും പരിശോധനകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഫയൽ പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട ഗാർഡുകളെയും ക്യാമറ നിരീക്ഷണവും ഈ മൊഴിയെടുപ്പും പരിശോധനയെല്ലാം ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ട്. സനീഷ്, ശരി, നന്ദി അനു. വിവരങ്ങൾക്ക് അന്വേഷണം തുടരുകയാണ്. ഇന്ന് 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. നിക്ഷേപകരുടെ പരാതികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റാൻ ആലോചിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ നിന്ന് പിടിയിലായ റോയി ഡാനിയലിന്റെ മക്കളായ റിനു മറിയം, റിയ ആൻ മറിയം എന്നിവരെ കൊച്ചിയിലെത്തിച്ചു. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഇവർ ഈ ഉടമയുടെ മക്കളും ഇതിൽ പങ്കാളികളാണോ? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ശശി, കേൾക്കാമോ? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ശശി നാരായണനാണ് വിവരങ്ങൾ നൽകേണ്ടത്. ശശിയിലേക്ക് വരാം. അദ്ദേഹം ടെലിഫോണിലില്ല എന്നാണ് തോന്നുന്നത്. ഡൽഹിയിൽ നിന്ന് 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉടമയുടെ മക്കളായുള്ള 2 പേരെ. വിശദാംശങ്ങളുമായിട്ട് ശശി ചേരും. ശശി, വിശദാംശങ്ങൾ എന്താണ്? ഇവർ കൂടെ അതിൻ്റെ ഉടമകളാണോ? ഈ തട്ടിപ്പിൽ പങ്കാളികളാണോ? ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് വലിയ തോതിൽ ഇപ്പോൾ പരാതിക്കാരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറിയിരിക്കുകയാണ് ലോക്കൽ പോലീസിൽ നിന്ന്. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഈ ഉടമയുടെ മക്കളെ ആണ് പിടികൂടിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നാണ് അവരെ പിടികൂടിയത്. അവരെ കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്യും.
ഓണക്കാല വാർത്തകളിലേക്ക്. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളി. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കും എന്ന് പോലീസിന് DGP നൽകിയിട്ടുണ്ട് നിർദ്ദേശം. പൂരാട ദിനമായ ഇന്ന് മിക്ക വിപണികളിലും നല്ല തിരക്കുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത ഓണാഘോഷം നടത്തിയ കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജിലെ 50ഓളം വരുന്ന ജീവനക്കാർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. വിവിധയിടങ്ങളിൽ നിന്ന് വിശദാംശങ്ങളുമായി റിപ്പോർട്ടർമാർ ചേരുന്നു. ആദ്യം VB അരുണിലേക്ക്. അരുൺ, കോവിഡ് കാലത്ത്, അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധമുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നത്. ഈ വിപണികളിലൊക്കെ തിരക്ക് ഉള്ള സാഹചര്യമാണോ? മറ്റ് കാര്യങ്ങൾ എന്താണ്? സനീഷ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പ്രധാന വ്യാപാര കേന്ദ്രമായ ചാല മാർക്കറ്റിലാണ്. തിരുവനന്തപുരം നിവാസികൾക്ക് പരിചിതമല്ലാത്ത, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചിതമില്ലാത്ത ഒരു ഓണക്കാലമാണിത്. കഴിഞ്ഞ തവണ പ്രളയം ഉണ്ടായിരുന്നെങ്കിൽ പോലും തിരുവനന്തപുരത്തെ വലിയ രീതിയിൽ പ്രളയം ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓണത്തിനും സജീവമായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളൊക്കെയും. തിരുവനന്തപുരത്തുകാർക്ക് ഓണമെന്ന് പറഞ്ഞാൽ പൂരാട ദിനത്തിലും അതുപോലെ തിരുവോണത്തലേന്നുമൊക്കെ ചാലയിലെ ഷോപ്പിംഗ്, ചാലയിൽ നിന്ന് പച്ചക്കറികൾ ഉൾപ്പെടെ വാങ്ങുക ഒരു പ്രധാന കാര്യമാണ്. അത് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ചാലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക തിരുവനന്തപുരത്തുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സാധാരണ ഉത്രാട തലേന്ന് കാണുന്ന ഒരു തിരക്ക് ചാലയിലെ ഈ മാർക്കറ്റിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആളുകൾ വരുന്നുണ്ട്, പക്ഷേ സാധാരണ തിരക്കിൻ്റെ 10 ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എങ്ങനെയുണ്ട് ഓണത്തിരക്കൊക്കെ? ഓണത്തിരക്ക് എല്ലാ പ്രാവശ്യം പോലെ അല്ല, കുറവ് ചെയ്യുന്നു. കോവിഡ് ആയതുകൊണ്ടാണോ ഇത്? കോവിഡ് ആകൊണ്ടാണ്. സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? സാധനം വില കുറവാണ്. തിരക്ക് കുറവാണ്. തിരക്കും കുറവ്. ഇതാണ് ഈ കോവിഡ് ആകൊണ്ടാണ് പ്രശ്നം. ചേച്ചി, എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഓണത്തിന്റെ? മനുഷ്യർ പോലും ഇല്ല, ഒറ്റ ആളും ഇല്ല മാർക്കറ്റിൽ. ഒരാഴ്ച ഓണക്കച്ചവടത്തിന് 4 ദിവസം മുമ്പേ ആളായിരിക്കും. ഒറ്റ മനുഷ്യരില്ല, ഈച്ച പോലും നടക്കില്ല. എന്തെങ്കിലും വാങ്ങിക്കുന്ന 5 ചാക്ക് 3 ചാക്ക് സാധനം എടുക്കാത്ത 1/2 ചാക്ക് സാധനം തട്ടിയേക്കാം. കണ്ടല്ലോ ഇരിക്കുന്ന സാധനം. ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള പൊതുവേ ഉള്ള ഒരു തിരക്കുറവല്ലേ ഇത്? കോവിഡ് വന്ന ശേഷം ഈ വീടുകളിൽ ഇരിക്കുന്നവർക്ക് നല്ല ബിസിനസ് എന്നാണ് പറയുന്നത്. കിറ്റുകൾ നിറച്ച് കൊടുക്കും. ഇപ്പൊ മാർക്കറ്റ് അടച്ചുപൂട്ടുണ്ട്. സർക്കാരൊക്കെ കിറ്റ് കൊടുക്കുകയാണ്. സർക്കാർ എല്ലാവരും കൊടുക്കും. മാത്രമല്ല കിറ്റ് കൊടുക്കുന്നത്, പൊതുജനങ്ങൾ മാഞ്ചി 10 വീടുണ്ടെങ്കിൽ അവിടെ ഒരു കിറ്റ് കൊടുക്കുകയല്ലേ. അപ്പം പിന്നെ ഞങ്ങളെ കടയിലോട്ട് വരുന്നില്ല. പോലുള്ളവരെ എങ്ങനെ ജീവിക്കാൻ പറ്റില്ല. സനീഷ്, ഇതാണ് ഒരു പൊതു ചിത്രം. ഇതാണ് തിരക്ക് കുറവാണ്. പ്രധാന കാരണമായി പറയുന്ന കോവിഡ് തന്നെയാണ്. കോവിഡ് തുടങ്ങിയ ശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കച്ചവടക്കാരുടെ മറ്റൊരു പരാതി, എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്ര സർക്കാരാകട്ടെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളാകട്ടെ കിറ്റുകൾ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടമൊക്കെ വളരെ കുറവാണ്. എല്ലാ വീട്ടിൻ്റെ നടയിലും ഓരോരോ കടകൾ വെച്ച് അവർ കിറ്റുകൾ കൊടുക്കുകയാണ്. മാർക്കറ്റിൽ വാങ്ങാൻ ആളില്ല. സാധനങ്ങൾ അത്രയ്ക്ക് വിലയാണെങ്കിൽ നമുക്ക് വിൽക്കാൻ വാങ്ങില്ല. മറ്റു ജോലിയില്ലാത്ത ആളുകളൊക്കെ പച്ചക്കറി കച്ചവടം ഇറങ്ങി പലയിടത്തും കാണാം. അതാണെന്ന് തോന്നുന്നല്ലേ പറയുന്നത്? അത് തന്നെ സംഭവം. അതാണ്, എല്ലാ വീട്ടിലും ഉണ്ട് കട, എല്ലാ വീടുകളിലും ഉണ്ട്. ഇവിടെ ആരും സാധനം വാങ്ങാൻ വരണില്ല. നാളെ ഉത്രാട ദിനമാണ്. ഉത്രാട പാച്ചിലാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൾ വരുന്ന പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ട്, പക്ഷേ അത് പ്രതീക്ഷിക്ക ഉണ്ട് വരുമെന്നുള്ളത് അറിയില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ മൊത്തത്തിലൊരു തിരക്ക് കുറവ്? കുറച്ച് കാലമായിട്ടുണ്ട് കോവിഡ് കാരണം. കുറച്ച് മെച്ചപ്പെടുന്നുണ്ടോ ഈ ഓണം അടുക്കുമ്പോൾ? ഇല്ല, ഓണത്തോടെ ഒരു ബിസിനസ് വളരെ മോശമാണ്. നല്ല മോശമാണ്. നല്ല മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ പ്രാവശ്യമെല്ലാം കുറച്ച് ആവറേജെങ്കിലും പറ്റി. ഈ പ്രാവശ്യം ഒരു കച്ചവടവും ഇല്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു പൈസയുടെ കച്ചവടം പ്രതീക്ഷയില്ല നമുക്ക്. ഈ ഒരു പ്രതീക്ഷയില്ല, ഒന്നും പ്രതീക്ഷ. നാളെ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടുള്ള കുറച്ച് ആളുകൾ മാത്രം വരും. അത് ഏറ്റവും വില കുറച്ച് കൊടുത്താൽ മാത്രമേ വാങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഇത് വില കുറച്ച് കൊടുക്കേണ്ടി വരും. പൊതുവെ വില എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ? ഒരു നോർമൽ വില, ഒരു 2-3 ഐറ്റങ്ങൾക്ക് മാത്രം ശകലം വില കൂടുതൽ. പുറത്തുനിന്ന് വരുന്നത് ഇപ്പോഴും കാര്യമായിട്ടുണ്ടോ? പുറത്തുനിന്നുള്ള പച്ചക്കറി വരവുണ്ടോ? പച്ചക്കറി വരുന്നുണ്ട്. ഹോൾസെയിൽ ഇവിടുന്ന് ഈ പറഞ്ഞ റോഡ് അരിവുകളിൽ കംപ്ലീറ്റ് 2 സൈഡ് കൊണ്ടിട്ട് മലക്കറി കംപ്ലീറ്റ് ഈ ജോലി ഇല്ലാത്തവർ കംപ്ലീറ്റ് മലക്കറി കച്ചവടം ചെയ്യണം. അപ്പോൾ ആരും ചാല വരുന്നില്ല. എല്ലാം റോഡ് സൈഡുകളിൽ നിന്ന് കിറ്റും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ ആരും വരുന്നില്ല വാങ്ങാൻ. നമ്മളിത് വെച്ചുകൊണ്ട് വാടകളും കൊടുത്ത് ഇവിടെ ഇരിക്കുന്നു, വെയിലും കൊണ്ടിരിക്കണം, അത്ര തന്നെ. സനീഷ്, അതാണ് വ്യാപാരികളുടെ, കച്ചവടക്കാരുടെ ഒരു അവസ്ഥ. അതാണ് പൊതുവേ കച്ചവടം കുറവ്. ഇപ്പം നമുക്ക് നഗരങ്ങളിൽ പലയിടത്തും കാണാം, എല്ലാ കവലകളിലും ചെറിയ രീതിയിൽ പച്ചക്കറി കച്ചവടമുണ്ട്. അത് ഈ മറ്റു ജോലികൾ ഇല്ലാത്ത ആളുകൾ പോലും ഈ കോവിഡ് കാലത്ത് പ്രത്യേകത ഈ പച്ചക്കറി കച്ചവടത്തിലേക്കും അതുപോലെ തന്നെ മത്സ്യ കച്ചവടത്തിലേക്കും തിരിഞ്ഞു. മറ്റു ജോലികളിൽ പോകാൻ കഴിയാത്തവർ പോലും. അത് കച്ചവടക്കാർക്ക് പ്രതിസന്ധിയാണ്. ഓണത്തിന്റെ പൊതുവെയുള്ള കച്ചവടക്കുറവിന്റെ ഭാഗം അതിനെ കൂടുതൽ ആ ഒരു ദുരിതം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരുടെ പരാതി. ശരി അരുൺ, തിരിച്ചു വരാം. മാർക്കറ്റിലാണ് നിൽക്കുന്നത് അരുൺ. പക്ഷേ ഓണക്കാലത്തുള്ളതുപോലൊരു വലിയ തിരക്ക് അവിടെ ഇല്ല എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞെന്ന് മാത്രമല്ല, തിരക്കില്ല എന്ന് കച്ചവടക്കാർ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മോടൊപ്പം കോഴിക്കോട് നിന്ന് അശ്വിൻ ചേരുകയാണ്. അശ്വിൻ, അവിടെ
എന്നാൽ മുക്കം KMCTയിലെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. അതായത് ഈ ആശുപത്രിക്കകത്ത് കോവിഡ് പ്രോട്ടോക്കോളൊന്നും പാലിക്കാതെ ഓണാഘോഷ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എവിടെയാണ്? അശ്വിനും മാർക്കറ്റിലാണല്ലോ നിൽക്കുന്നത്. കോഴിക്കോട്ടും ഇത് തന്നെയാണോ സ്ഥിതി? സനീഷ്, കോഴിക്കോട് SM സ്ട്രീറ്റ് ആണ് ഇത്. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് SM സ്ട്രീറ്റിലാണ്. ഓണക്കാലത്ത് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന, അയൽ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഈ ഓണത്തിന് വസ്ത്രങ്ങൾ എടുക്കാനും മറ്റും എത്തുന്ന കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമാണ്. എന്നാൽ ഒരു ഓണത്തിരക്കിലേക്ക് SM സ്ട്രീറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ രാത്രിയും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. ആളുകൾ വളരെ കുറവാണ്. നഗരത്തിലേക്ക് ആളുകൾ എത്തുന്നത് വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇത്തരം വ്യാപാര കേന്ദ്രങ്ങൾ SM സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങളെ കൂടുതലും ആശ്രയിച്ചിരുന്നത് ഇടത്തരക്കാരും അതേപോലെ തന്നെ സാധാരണക്കാരുമൊക്കെയാണ്. അവർക്ക് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ കോവിഡ് കാലത്തുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഓണക്കാലത്തുണ്ടാവുന്ന സാധാരണഗതിയിലുണ്ടാവുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതോ ഒക്കെ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് പലരും വിട്ടുനിൽക്കുകയാണ്. ഈ കോവിഡ് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി മൊത്തത്തിൽ ബാധിച്ച ലക്ഷണം മാർക്കറ്റിൽ കാണാം. ഓണത്തിനോട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പോലും ആളുകൾ കാര്യമായിട്ട് സാധനങ്ങൾ വാങ്ങാനും മറ്റും എത്താത്ത ഒരവസ്ഥയുണ്ട്. ഒപ്പം തന്നെ പൊതുഗതാഗത സംവിധാനം കാര്യമായി കുറഞ്ഞതുകൊണ്ട് ആളുകൾ നഗരത്തിലേക്ക് എത്തേണ്ടതില്ല. പകരം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഓണത്തിനുള്ള ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്തരത്തിൽ അതാണ് ഒരു SM സ്ട്രീറ്റിലേക്ക് ഒരവസ്ഥ. ചേട്ടാ, എങ്ങനെയുണ്ട്? ആളൊക്കെ വന്നു തുടങ്ങിയോ? ഇങ്ങനെയുണ്ട്? പൊതുവെ ഒരു തിരക്കൊക്കെ ആയി തുടങ്ങിയോ? ഓണത്തിന്റെ തിരക്കുണ്ടോ? ഇപ്പോൾ ഓണത്തിന്റെ തിരക്ക് കുറവാണ്. ഇന്നലെ ഇന്നൊരു ചെറിയൊരു മട്ടത്തിലാണ്, ഇന്നലെയൊക്കെ ചെറിയൊരു മട്ടത്തിലാണ്, ഇത്രയേ ഉള്ളൂ. ഈ സാധാരണക്കാരും ഇടത്തരക്കാരൊക്കെയാണല്ലോ SM സ്ട്രീറ്റിലേക്കൊക്കെ വരാറ്. അവരുടെ ഒരു കുറവുണ്ട് അല്ലേ? വളരെ കുറവാണ്. വാഹനങ്ങൾ ഇപ്പോൾ റോഡിൽ തന്നെ നോക്കിയാൽ കാണാൻ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ പകുതിയിലും പകുതി ഉണ്ടാവും, അത്രേ ഉണ്ടാവും. കഴിഞ്ഞ 2 വർഷങ്ങള് പ്രളയം, അതിനു മുൻപ് നിപ്പ, അങ്ങനെ കുറെ ഇങ്ങനെ തുടർച്ചയായ വർഷങ്ങളിൽ ഓണം പോലെയുള്ള സീസൺ ഇല്ലാതായി പോവാണ്. അതെ അതെ അതെ. ഈ വർഷം അതേപോലെ തന്നെയാണ്. ഇതെന്താ പറയുക, കോവിഡ് അല്ലേ, ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്നുണ്ട്. അതാ ഈ നഗരത്തിലേക്ക് എത്താനുള്ള ഒരു പൊതുഗതാഗതത്തിന്റെ സംവിധാനം ഇല്ലാത്തതും അതേപോലെ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട്, പക്ഷേ കോവിഡ് കാരണം തന്നെയാണ് കൂടുതൽ ആളുകൾ വരാത്തത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതന്നെ ആയിരിക്കും. അതാണ് സനീഷ്, ഒരു സാധാരണ ഓണ ദിവസങ്ങളിൽ കാണാറുള്ള ഒരു തിരക്കൊന്നും തന്നെ എവിടെയും പ്രകടമല്ല. ഈ പാളയം മാർക്കറ്റിലായാലും SM സ്ട്രീറ്റിലായാലും ഇവിടെയൊന്നും തന്നെ ആളുകളുടെ ഒരു തിരക്കില്ല. സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും താങ്ങാനാവാത്ത ഒരു സ്ഥിതിയിലായ സാധാരണക്കാരുടെ കുടുംബങ്ങളുടെ ഒരു പ്രതിസന്ധിയുണ്ട്. അത്തരത്തിൽ നിരവധി പ്രതിസന്ധികളുണ്ട്. അത് ഈ മാർക്കറ്റിനെയും അതേപോലെ തന്നെ ഓണം വിപണിയെ പ്രധാനമായും ബാധിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ മുക്കത്ത് ഇന്നലെ ഉണ്ടായ സംഭവം, മുക്കത്ത് ഇന്നലെ ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് 50 ഈ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുൾപ്പെടെ ഓണാഘോഷം നടത്തിയിരുന്നു. ഇങ്ങനെ ഈ ഓണാഘോഷം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതിനെ തുടർന്ന് അവിടെയുള്ള 50ഓളം പേർക്കെതിരെ, 50ഓളം ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ എല്ലായിടത്തും കർശനമാണ്. ഇത്തരത്തിൽ ഉള്ള ഒത്തുചേരൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള നിയന്ത്രണങ്ങൾ കർശനമാണ്. മുക്കത്ത് തന്നെ ഈ കോളേജിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഈ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നഗരസഭയും ആരോഗ്യവകുപ്പിനോട് മെഡിക്കൽ കോളേജിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലാണ് കോഴിക്കോട്ടെ ഒരു ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ശരി, നന്ദി അശ്വിൻ വിവരങ്ങൾക്ക്. വലിയ തിരക്കില്ല, പക്ഷേ വിപണികളെല്ലാം ഉണർന്ന നിലയിൽ തന്നെയാണ്. ഓണം 2 ദിവസത്തിനപ്പുറം തിരുവോണമാണ്. അതുകൊണ്ട് ആളുകൾ കോവിഡ് പ്രോട്ടോക്കോളും മറ്റുമൊക്കെ പാലിച്ച് സുരക്ഷിതരായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ തിരക്കില്ലാത്ത സാഹചര്യമുണ്ട്. മറ്റ് വാർത്തകളിലേക്ക്. ഒരു പിണിക്കയർ വിറ്റ കാശ് പോലും കയ്യിലില്ലാത്ത ഓണം. തെങ്ങിൻ്റെ കുല കെട്ടാനുള്ള ഒരു മുടിക്കയർ പോലും ആരും വാങ്ങാത്ത കാലം. കയറിഴകൾ പോലെ പിരിഞ്ഞ് കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ വന്നതോടെ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലാണ് തൊഴിലാളികൾ. ഇത് സുനിൽ, കയർനെയ്ത്ത് തൊഴിലാളിയാണ്. വീടുകളിലുള്ള ചെറുകിട കയർ ഫാക്ടറികളിൽ ചെയ്യുന്ന ജോലിക്ക് ദിവസക്കൂലി കിട്ടുന്നയാൾ. സുനിലിനെ പോലെ ആയിരങ്ങളാണ് ഇങ്ങനെ ആലപ്പുഴയിൽ. ഈ മാസം പണിയുണ്ടായത് ഏതാനും ദിവസങ്ങൾ മാത്രം. മാസം കഴിഞ്ഞിട്ട് പണിയൊക്കെ കുറവാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ പണി വന്നിട്ട് 1.5 മാസത്തോളം ബെൻഡായിട്ട് കിടക്കിയിരുന്നു. ഈ ഇളക്കളി കഴിഞ്ഞ ബുധനാഴ്ച കയറി. ഓണം വരെ നമുക്ക് ചെയ്താൽ എന്തെങ്കിലും ബോൺസൊക്കെ കിട്ടണം. ഇതിപ്പോൾ ഇത്ര 2 മാസത്തെ പണിയൊക്കെ പോകുമ്പോൾ എന്നാ കിട്ടാനാ? ആ കിടക്കണ കാശ് മൊത്തം മേടിച്ചിട്ടിരിക്കും. ഇവിടെ ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ അതും കടം. ഫാക്ടറികളിലേറെയും കണ്ടെയ്ൻമെന്റ് സോണിലായതോടെ പൂട്ടേണ്ടി വന്നു.
കയറ്റുമതി ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതായി. പ്രാദേശിക ആവശ്യങ്ങൾക്കും വിൽപ്പനയില്ല. ഇത്തവണ ആർക്കും ബോണസ് ഇല്ല. പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ എന്തോണം? പൈസയും വേണ്ടേ? നമ്മൾ ഈ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരും പിന്നെ ഈ കയറിൻ്റെ ഇതൊക്കെ ചെയ്യുന്നവർക്കൊന്നും ഇപ്പം നമുക്ക് അതൊന്നും നടക്കും തോന്നുന്നില്ല. ഓണക്കൊടിയൊന്നും ഇല്ല. കയർഭൂവസ്ത്രമാണ് ഇപ്പോൾ ആകെ നെയ്യുന്നത്. നെയ്ത് നൽകുന്നുണ്ടെങ്കിലും സൊസൈറ്റികൾക്ക് പണം നൽകാനാകുന്നില്ല. കൊറോണ തുടങ്ങിക്കഴിഞ്ഞിട്ട് സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. കാരണം കിട്ടുന്നില്ല. 1 കോടി കൊടുക്കാനുള്ളവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ സൊസൈറ്റിക്കും 1 കോടിക്ക് മേലെ കൊടുക്കാനുള്ള സൊസൈറ്റി ഉണ്ട്. എന്നാൽ ഇപ്പം ഞാൻ പ്രതിനിധീകരിക്കുന്ന സൊസൈറ്റിക്ക് മാത്രം 24 ലക്ഷത്തോളം ഇപ്പം തരാനുണ്ട്. 300 കോടിയുടെ കരാറാണ് കയർ കോർപ്പറേഷന് മാത്രം കയർ കേരളയിൽ ലഭിച്ചത്. ഏറിയ ഓർഡറും കയർഭൂവസ്ത്രത്തിനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നതും കോവിഡ് മൂലം ഓർഡറുകൾ പൂർത്തീകരിക്കാനാകാത്തതുമാണ് കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. പുത്തനെടുപ്പിന്റെ മണമില്ലാത്ത സദ്യവട്ടങ്ങളില്ലാത്ത ഓണമാണ് ഇത്തവണ കയർ മേഖലയിലെ തൊഴിലാളികൾക്ക്. സർക്കാരിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന കിറ്റുകളിലാണ് അരവയർ നിറയുന്ന കുടുംബങ്ങളുടെ പ്രതീക്ഷ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹിജൻ, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ നീക്കവുമായി കസ്റ്റംസ്. നയതന്ത്ര ബാഗേജിൽ ആകെ എത്ര ഖുറാൻ വന്നുവെന്ന കണക്ക് എടുക്കുകയാണ്. ഇതിനായി നയതന്ത്ര ബാഗേജ് വഴി വന്ന ഖുറാന്റെ തൂക്കം പരിശോധിച്ചു. ഒരു ഖുറാൻ 576 ഗ്രാം ഉണ്ടെന്ന് വ്യക്തമായി. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, അതായത് ഈ സാധാരണഗതിയിൽ ഒരു ഖുറാൻ ഇത്ര തൂക്കമുണ്ടാകും എന്നതാണോ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ ഈ വന്നിറങ്ങിയ ഖുറാൻ കണ്ടെത്തിയിട്ട് പരിശോധന നടത്തുകയാണോ? സനീഷ്, ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ നയതന്ത്ര ബാഗേജിൽ വന്നിരുന്ന ഖുറാൻ അത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് കസ്റ്റംസ് പുതിയ നീക്കവുമായി എത്തുന്നത്. അതുകൊണ്ട് ഈ കസ്റ്റംസിന്റെ നയതന്ത്ര ബാഗേജിൽ വന്ന ഖുറാന്റെ തൂക്കം അത് ഒരു ഖുറാന്റെ തൂക്കം 576 ഗ്രാം ആണെന്ന് കസ്റ്റംസ് വ്യക്തമായിട്ടുണ്ട്. അവർ അതനുസരിച്ചുള്ള പരിശോധന, അതിൽ വന്ന ഖുറാന്റെ ഒരു സാമ്പിൾ അത് പരിശോധിച്ച് അവർക്ക് അത് വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബില്ലിൽ വന്നിരുന്നത് ആകെ രേഖപ്പെടുത്തിയത് മന്ത്രി KT ജലീൽ അടക്കം വെളിപ്പെടുത്തിയിരുന്നത് 4478 കിലോ എന്നതായിരുന്നു. ഇത് ആകെ വന്ന ബാഗേജിന്റെ ഒരു തൂക്കം വന്നിരുന്നത്. ഇതിൽ 250 പാക്കറ്റുകളാണ് ഇതിൽ ആകെ ഉണ്ടായിരുന്നത്. ഒരു പാക്കറ്റിൽ 31 ഖുറാൻ വെച്ച് അങ്ങനെ വരുമ്പോൾ 7750 ഖുറാൻ കാണണമെന്നാണ് ഏകദേശ കണക്ക്. അതനുസരിച്ച് ഒരു പാക്കറ്റിന്റെ കിലോ എന്ന് പറയുന്നത് 17.9 കിലോ തൂക്കം വരികയും വേണം. അപ്പോൾ ഇതുവഴി വന്ന ഇത് സംബന്ധിച്ച് ഉയർന്ന ആക്ഷേപങ്ങൾ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ബാഗേജിൽ വന്നിരുന്ന നയതന്ത്ര ബാഗേജിൽ വന്നിരുന്ന ഖുറാൻ, ഇത്ര എണ്ണം ഖുറാൻ 7750 ഖുറാൻ വന്നിട്ടുണ്ടാകണം എന്നതാണ് ഏതാണ്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു സംശയങ്ങൾ ഇല്ലാതാക്കുക, അതിൽ ബാഗേജിൽ അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നത് കൂടി ഒന്നുകൂടി ഉറപ്പുവരുത്തുക എന്നതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു കണക്കെടുപ്പ്, വസ്തുതാപരമായി തന്നെ ഇത് കണക്കെടുപ്പിലേക്ക് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബാഗേജിൽ വന്ന ആ ഖുറാൻ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി ആകെ വന്നിരിക്കുന്ന ഇത്രയും ഖുറാൻ വളരെ വിതരണം ചെയ്ത് വളരെ കൃത്യമാണെന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തിയാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു സംശയങ്ങൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ആ വഴിക്കുള്ള ഒരു പുതിയ നീക്കമാണ് ഈ നയതന്ത്ര ബാഗേജ് അതാണ് ഈ ഖുറാൻ വഴി ഈ നയതന്ത്ര ബാഗേജ് വഴി വന്ന ഖുറാൻ സംബന്ധിച്ചും ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ അന്തരീക്ഷത്തിലുള്ളത് കൊണ്ട് അക്കാര്യമൊന്ന് പരിശോധിക്കുകയാണ് കസ്റ്റംസ് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ബില്ലിൽ 4478 കിലോഗ്രാമിൻ്റെ ഖുറാൻ പുസ്തകമാണ് ഇങ്ങോട്ട് വന്നത് എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ വന്നത് 250 പാക്കറ്റാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 31 ഖുറാൻ വീതമാണ് ഉള്ളതെന്നാണ് കണക്ക്. അതനുസരിച്ച് ഒരു പാക്കറ്റിൽ 17.9 കിലോ തൂക്കം വരണം. അങ്ങനെ ആ തൂക്കം കണക്കാക്കിയിട്ട് മുഴുവനും ഖുറാൻ തന്നെയാണോ വന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് കസ്റ്റംസ് ഈ പരിശോധന നടത്തുന്നത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഡാനി, ഇത് ഈ ഖുറാൻ എടപ്പാളിലോ മറ്റോ മലപ്പുറത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്ന ഖുറാൻ വിശുദ്ധ പുസ്തകം അവിടെ തന്നെ ഉണ്ട് എന്നാണല്ലോ മിനിസ്റ്റർ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, KT ജലീൽ. അപ്പോൾ അത് ഭൗതികമായിട്ട് ചെന്ന് പരിശോധിക്കുന്നൊരു നില കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അതായത് ഈ ഖുറാൻ വന്നിറങ്ങിയിരിക്കുന്ന ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലം നേരത്തെ പരിശോധിച്ചിട്ടുണ്ടോ കസ്റ്റംസ്? സനീഷ്, ഇക്കാര്യത്തിൽ അത്തരമൊരു നീക്കം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഈ വന്നിരിക്കുന്നതിന്റെ എണ്ണം, അതായത്
കസ്റ്റംസിന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് 1750 ഖുറാൻ ഈ ബാഗേജ് വഴി എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് അവരൊരു വസ്തുതാപരമായ ഒരു നീക്കങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വന്നിരിക്കുന്ന ഖുറാൻ സൂക്ഷിക്കുന്ന അതിന്റെ ഒരു കണക്കെടുപ്പ് അടക്കം വേണ്ടി വന്നാൽ നടത്താം എന്ന രീതിയിലാണ് കസ്റ്റംസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ കൂടി പൂർണ്ണമായും ഇല്ലാതാക്കുക. ഈ ബാഗേജ് വഴി ഖുറാൻ വന്നത് സംബന്ധിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു, ചിലത് രാഷ്ട്രീയപരമായി തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഇതിന് വന്നിരിക്കുന്ന ഖുറാൻ സംബന്ധിച്ചുള്ള ഒരു എണ്ണം എടുക്കുക എന്ന രീതിയിലേക്ക് കൂടി ഒരുപക്ഷെ കസ്റ്റംസ് കടന്നേക്കും. ശരി, സനീഷ്. നന്ദി ഡാനി വിവരങ്ങൾക്ക്. ആ നിലക്ക് കൂടെ കസ്റ്റംസിന്റെ പരിശോധന മുന്നോട്ട് പോവുകയാണ്. മറ്റ് വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കത്തെഴുതിയതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ പരസ്യ പ്രസ്താവനയ്ക്ക് KPCCയുടെ വിലക്ക്. AICC നിർദ്ദേശം നേതാക്കൾ പാലിക്കണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. സംഘടനാപരമായ കാര്യങ്ങളിൽ പരസ്യ പ്രസ്താവന നടത്തരുത് എന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി BR കാർത്തിക് ചേരുന്നു. കാർത്തിക്, നേരത്തെ ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷും K മുരളീധരനും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ, ശശി തരൂരിനെതിരെ പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്? ശശി തരൂരിനെതിരെ സംസ്ഥാന കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തിരിഞ്ഞ് പ്രസ്താവനകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത. ടെലഫോണിൽ BR കാർത്തികിന്റെ ടെലഫോണിൽ പ്രശ്നമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. കുറച്ച് കടുത്ത തരത്തിൽ ഉള്ളത് എന്ന് തന്നെ കാണാവുന്ന പ്രസ്താവനകൾ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. കോൺഗ്രസിനൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം, ശശി തരൂർ എന്നതായിരുന്നു കൊടിക്കുന്നിലിൻ്റെ പ്രസ്താവന. ഗസ്റ്റ് ആർട്ടിസ്റ്റായാണ് വന്നത്, ഇപ്പോഴും ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കളിയാക്കൽ, പരിഹാസം. ഇപ്പോൾ അതേ തുടർന്ന് അത്തരം പരിഹാസങ്ങൾ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന AICC നിർദ്ദേശം പാലിക്കണം എന്ന് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നു. കാർത്തികിലേക്ക് പിന്നീട് വിശദാംശങ്ങൾക്ക് വേണ്ടി വന്നുകൊള്ളാം. മറ്റ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന 5 പേർ കൂടി മരിച്ചു. ആലപ്പുഴ ജില്ലയിലാണ് 2 മരണം. ചെങ്ങന്നൂരിൽ 64-കാരൻ അറേപ്പുറത്ത് ജെയ്മോനും മുൻ പഞ്ചായത്ത് അംഗം എടത്വ പച്ച പാലപ്പറമ്പിൽ 72-കാരൻ ഔസേഫ് വർഗീസുമാണ് മരിച്ചത്. ഇടുക്കിയിൽ കാമാക്ഷി സ്വദേശി 80 വയസ്സുകാരൻ ദാമോദരനും പത്തനംതിട്ട വാഴമുട്ടത്ത് 67-കാരനായ കരുണാകരനുമാണ് മരിച്ചത്. കണ്ണൂരിൽ ചികിത്സയിലിരുന്ന തളിപ്പറമ്പ് സ്വദേശി യശോദ മരിച്ചു. അവർക്ക് 84 വയസ്സായിരുന്നു. കോവിഡ് മാറ്റമില്ലാതെ വ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ടൂറിസം മേഖല നട്ടെല്ലൊടിഞ്ഞ അവസ്ഥയിലാണ്. 30,000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലെ പകുതിയിലധികം സ്ഥാപനങ്ങൾക്ക് ഇതിനകം പൂട്ടുവീണു എന്നാണ് കണക്ക്. കഴിഞ്ഞ 2 വർഷങ്ങളിലും പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആഞ്ഞടിച്ചിട്ടും 2019 48,000 കോടി രൂപയാണ് വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചത്. ആദ്യ 2-3 മാസങ്ങളിലെ വരുമാനം ഒഴിവാക്കിയാൽ തുടർന്നുള്ള മാസങ്ങൾ പൂർണ്ണമായി വരുമാനരഹിതമാണ്. നഷ്ടം 30,000 കോടിയിലധികം. സംസ്ഥാനത്ത് രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വർഷത്തിന്റെ അവസാന മാസങ്ങളിലും കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. സ്ഥാപനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമല്ലെന്നിരിക്കെ പരിപാലന ചെലവുകളും ബാങ്ക് വായ്പയുമെല്ലാം സംരംഭകർക്ക് വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ടൂറിസം സെക്ടറാണ്. കാരണം ഫ്ലൈറ്റ്സ് ഇല്ല, ഇപ്പൊ പുറത്തേക്ക് പോകാൻ ഇന്റർനാഷണൽ ട്രാവലിംഗ് നടക്കുന്നില്ല, ഇന്റേണൽ ട്രാവലിംഗ് നടക്കുന്നില്ല. മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തേക്കുന്നത് താഴെക്കിടയിലുള്ള ആളുകളിൽ നിന്നാണ്. ഡ്രൈവേഴ്സ്, ഗൈഡുകള്, ഹോം സ്റ്റേ, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അടച്ചിടാൻ പറ്റുകയില്ല. കാരണം റൂംസ് എല്ലാം ഫംഗസ് പിടിക്കും, അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് മിനിമം സ്റ്റാഫിനെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് പറ്റില്ല. നേരിട്ടും അല്ലാതെയുമായി വിനോദസഞ്ചാര മേഖലയിൽ സംസ്ഥാനത്ത് 15 ലക്ഷത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്നതായാണ് കണക്ക്. ഇവരിൽ 70% തൊഴിൽ നഷ്ടമായി കഴിഞ്ഞു. 1 കോടി മുതൽ 1500 കോടിയിലധികം രൂപ വരെ മുതൽ മുടക്കിയ 2000-ലധികം സംരംഭകരുണ്ട്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങി 50%-ലധികം സ്ഥാപനങ്ങൾ ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷവും അടച്ചുപൂട്ടിയ നിലയിൽ തന്നെയാണ്. ഇവയിൽ 35% സ്ഥാപനങ്ങളും സ്ഥിരമായ അടച്ചുപൂട്ടലിലേക്കാവും നീങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ. മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞതോടെ വായ്പകളുടെ തിരിച്ചടവടക്കം നിരവധി പ്രതിസന്ധികൾ സംരംഭകരെ കാത്തിരിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക്
ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്രത്തിലെ ഭരണപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. വലിയ തോതിലുള്ള പ്രചാരണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഒരു ചെറിയ ന്യൂനപക്ഷത്തെയെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിനെതിരായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് അവർ കരുതി. തുടക്കം മുതൽ തന്നെ ഗവൺമെൻറ് കുറ്റമറ്റ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടു. ആ അന്വേഷണം ഫലപ്രദമായിട്ട് നടക്കുകയാണ്. പിടികൂടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവരിൽ ഒരു വിഭാഗം കേന്ദ്ര ഭരണകക്ഷിയുടെ നേതാക്കന്മാരായിട്ടുള്ളവരാണ്. ഒരു വിഭാഗമാകട്ടെ കേരളത്തിലെ UDF-ലെ പ്രമുഖ കക്ഷിയുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരെല്ലാമാണെന്ന് പൊതുസമൂഹം കുറേശ്ശെ മനസ്സിലാക്കി വരികയാണ്. അതാണ് ഇന്നത്തെ സാഹചര്യമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നിശ്ചയമായിട്ടും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അതിൻ്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ പല വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അന്വേഷണം എങ്ങോട്ടേക്കെല്ലാം എത്തിച്ചേരുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് ഒരു ഇപ്പോൾ UAE പോലത്തെ രാജ്യമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടുമ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം, അറിയിക്കണം എന്ന് നമ്മൾ ഇക്കാര്യത്തിൽ അറിയിച്ചിരുന്നു. അതൊരു വീഴ്ചയല്ലേ? നമുക്ക് ഇനിയും അറിയിച്ചാൽ മതിയല്ലോ. അറിയിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ദിവസത്തിന് മുമ്പ് അറിയിക്കണമെന്നും അറിയിച്ചവിടെ അനുമതി മേടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അറിയിക്കണം, അത് അറിയിക്കുന്നുണ്ട്. ഇനിയും അറിയിക്കാം, അത്രയേ ഉള്ളൂ. ഈ ജനം ടിവിയിലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകനെയാണ് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയും അതിന് കസ്റ്റംസിനെ പ്രധാന സുരേഷ് അദ്ദേഹത്തിനെതിരായിട്ട് മൊഴി നൽകുകയും ചെയ്തു. ഇത് എങ്ങനെയാണ് കാണുന്നത്? ചോദ്യം ചെയ്യലും മൊഴി നൽകലുമെല്ലാം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപടികൾ മാത്രമാണ്. പക്ഷേ ജനം ടിവിയെ BJP തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ജനം ടിവിയിലെ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയനായിട്ടുള്ള മാധ്യമപ്രവർത്തകനെ തള്ളിപ്പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ ചാനലിനെ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞതോടുകൂടി, സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്ര സഹമന്ത്രിയും തള്ളിപ്പറയുകയാണ്. രണ്ടുപേരും കൂടെ തള്ളിപ്പറഞ്ഞതോടുകൂടി BJP എന്താണെന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പെറ്റമ്മയെ എന്ന് തള്ളിപ്പറയും എന്ന കാര്യം മാത്രം നമ്മളിനി അന്വേഷിച്ചാൽ മതി. ഒരു അന്തസ്സും അക്കാര്യത്തിൽ പാലിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? BJPയുടെയും RSSൻ്റെയും ചാനലാണ് ജനം ചാനലെന്ന്. ആർക്കറിഞ്ഞുകൂടാത്തത്? ആരെങ്കിലും ഇനി പുതുതായിട്ട് അത് പഠിപ്പിക്കണം. അപ്പോൾ ആ ചാനലിലെ ഒരു പ്രവർത്തകനെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ ആ പ്രവർത്തകനെ തള്ളിപ്പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കതുമായിട്ട് ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ചാനലേ ഞങ്ങളുടേതല്ല. ഈ ചാനലുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഒരു പറ്റം രാജ്യസ്നേഹികൾ കൂടെ ചേർന്ന് നടത്തുന്നതായിട്ടുള്ള ചാനലാണ് ഇതെന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എത്ര നാണംകെട്ട തരത്തിലുള്ള ഒളിച്ചോട്ടമാണ് BJP നേതൃത്വം നടത്തുന്നത്. ഇതെല്ലാം നമ്മുടെ സമൂഹം, നമ്മുടെ നാട്ടുകാർ കാണുകയില്ലേ? ആരെങ്കിലും ഒരാൾ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ ഈ ചാനൽ തങ്ങളുടേതല്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ ഇവർ പറയുന്നത് ആര് വിശ്വസിക്കും? ഇവർ പറയുന്ന ഏതെങ്കിലും കാര്യം ജനങ്ങൾ വിശ്വസിക്കുമോ? അതാണ് BJP എന്ന് പറയുന്നത്. എന്ത് നെറികെട്ട നിലപാട് സ്വീകരിക്കാനും എന്ത് നിറകെട്ട ദുഷ്പ്രചരണങ്ങൾ നടത്താനും കള്ളപ്രചാരവേല സംഘടിപ്പിക്കാനും മടിയില്ലാത്തൊരു പ്രസ്ഥാനമാണ് BJP എന്ന് ജനം ചാനലിനെ തള്ളിപ്പറഞ്ഞതിലൂടെ BJP തെളിയിച്ചിരിക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തനെതിരെ ഒരു ആക്ഷേപം പോലും UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാരും പറയുന്നില്ല. കോൺഗ്രസും BJPയും സയാമീസ് ഇരട്ടകളായിട്ട് നിന്ന് ഗവൺമെന്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണല്ലോ. അവർ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയും
ഈ സർക്കാരിന് എതിരായി ആളുകളെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നുള്ള ഒരു താല്പര്യവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം എവിടെ നിന്ന് കൊണ്ടുവന്നു, ഈ സ്വർണം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പ്രധാനമെന്ന് പറയുന്നത്. കാരിയേഴ്സ് മാത്രമാണോ പ്രധാനം? ഇവിടെ ഒരു കാരിയേഴ്സിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. ആർക്കു വേണ്ടിയിട്ടാണ് കോടാനുകോടി ഉറുപ്പിക വില വരുന്ന സ്വർണം ഈ കേരളത്തിലേക്ക് വിവിധ ഘട്ടങ്ങളിലായി, ഇതൊരു ഘട്ടത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, കടത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്? ആരാണ് ഈ കള്ളക്കടത്തിനെ ഈ കേരളത്തിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്? അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തെ സഹായിക്കുകയല്ലേ വേണ്ടത്, മറിച്ച് അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ടോ? അപ്പോൾ BJPയും കോൺഗ്രസും എന്ന് പറയുന്നത് ജനങ്ങൾക്കിന്ന് ബോധ്യമായിട്ടുണ്ട്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സയാമീസ് ഇരട്ടകളെ പോലെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ സാമ്പത്തികവും സാമൂഹ്യപരവും തീവ്രവാദപരവുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യമില്ല, മറിച്ച് അതിൻ്റെ പേരിൽ യശസ് ഉയർത്തി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് നേർക്ക് കുറച്ച് ചളിവാരി എറിയാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അത് സാധിക്കില്ല എന്ന് ദിവസം കഴിയുന്തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്തിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് വിവാദ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ബാധിതരുടെ എണ്ണം 34 ലക്ഷം കടന്നു. 76,472 പേർക്ക് കൂടി 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 34,63,972 1021 പേരാണ് ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ മരണം 62,550 ആയി. തുടർച്ചയായി 3-ാം ദിവസമാണ് രാജ്യത്ത് 3/4 ലക്ഷത്തിലധികം പേർ രോഗബാധിതരാകുന്നത്. ദേശീയ കായിക പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. വിർച്വൽ ചടങ്ങിലൂടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് പുരസ്കാരം സമ്മാനിക്കുക. പുരസ്കാരദാനം മാറ്റിവെക്കണമെന്ന് നേരത്തെ അഭിപ്രായം ഉയർന്നിരുന്നെങ്കിലും ദേശീയ കായിക ദിനമായ ഇന്ന് തന്നെ നൽകാൻ കായിക മന്ത്രാലയവും രാഷ്ട്രപതി ഭവനും തീരുമാനിക്കുകയായിരുന്നു. കോവിഡ് പോസിറ്റീവായ ഖേൽരത്ന പുരസ്കാര ജേതാവ് ബിനേഷ് ഫോഗത്ത് അടക്കമുള്ളവർക്ക് ഇന്ന് പുരസ്കാരം നൽകില്ല. രോഹിത് ശർമ്മയും ബിനേഷ് ഫോഗത്തും അടക്കം 5 പേർക്കാണ് ഇത്തവണ ഖേൽരത്ന. മലയാളിയായ ജിൻസി ഫിലിപ്പിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരവുമുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 കോടിയിലേക്ക്. 24 മണിക്കൂറിനിടെ 2,75,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മരണം 8,40,000 കടന്നു. ഏറ്റവും കൂടുതൽ രോഗബാധിതരും മരണവും അമേരിക്കയിലാണ്. അമേരിക്കയിൽ കോവിഡ് രോഗികൾ 60 ലക്ഷം കടന്നു. മരണം 1,85,000 പിന്നിട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് 72 മണിക്കൂർ മുമ്പ് MP-മാരും സ്റ്റാഫ് അംഗങ്ങളും കോവിഡ് പരിശോധന നടത്തണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് വളപ്പിൽ പ്രവേശിക്കുന്ന ലോക്സഭ, രാജ്യസഭാ സെക്രട്ടറിയിലെ ജീവനക്കാരും വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പാർലമെന്റ് നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും പരിശോധനയ്ക്ക് വിധേയരാകണം. സമ്മേളന കാലയളവിൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകില്ല. അടുത്ത മാസം 14 മുതൽ ഒക്ടോബർ 1 വരെയാകും സമ്മേളനം എന്നാണ് സൂചന. കോവിഡ് ബാധിച്ച് ഇന്ത്യയിൽ മരിക്കുന്ന ആദ്യ MP-യാണ് കന്യാകുമാരിയിൽ നിന്നുള്ള ലോക്സഭാംഗമായ H. വസന്തകുമാർ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ വസന്ത് ആൻഡ് കോയുടെ അമരക്കാരനുമായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു വസന്തകുമാർ. സെയിൽസ്മാനായി ആരംഭിച്ച് MP-ആയി അവസാനിക്കുകയായിരുന്നു H. വസന്തകുമാറിന്റെ ജീവിതം. 1978 ഹോം അപ്ലയൻസ് കടയായ വസന്ത് ആൻഡ് കോ എന്ന സ്ഥാപനം തുടങ്ങി. തുടർന്ന് 90-ലധികം ഷോറൂമുകളാണ് സംസ്ഥാനത്ത് തുറന്നത്. രാഷ്ട്രീയത്തിലിറങ്ങിയ ശേഷം വസന്ത് TV ചാനലും ആരംഭിച്ചു. 2006 നങ്കുനേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് 30 വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും കോൺഗ്രസിന് മേൽവിലാസമുണ്ടാക്കി. 2016 MLA ആയി. 2019 കന്യാകുമാരി MP-ആയി. കേന്ദ്രമന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണനെതിരെ വലിയ ഭൂരിപക്ഷത്തിലാണ് വസന്തകുമാർ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത്. കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. എന്നും ജനോപകാര പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു വസന്തകുമാർ. ഇറാനിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തിക്കുന്നതിന് അദ്ദേഹം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒടുവിൽ കോവിഡ് കാലത്ത് പാവപ്പെട്ടവർക്കായി മാസ്കുകളും PPE കിറ്റുകളും എത്തിക്കുന്നതിനും മുന്നിട്ട് നിന്നു. അതിനിടെയാണ് വൈറസ് വസന്തകുമാറിനെ കീഴടക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
കോവിഡ് വ്യാപിക്കുന്നത് മൂലം ടൂറിസം മേഖലയിൽ ഏറ്റവും ആഘാതമുണ്ടായത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് വ്യവസായത്തിനാണ്. 2000-ഓളം ബോട്ടുകളാണ് പുന്നമടക്കായലിൽ വെറുതെ കിടക്കുന്നത്. അടുത്ത മാസം പകുതിയോടെ സംസ്ഥാനത്തെ ആഭ്യന്തര ടൂറിസം രംഗം തുറന്നുകൊടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വിനോദസഞ്ചാരം പ്രധാന വരുമാന മാർഗമായ പല ജില്ലകളിലും കടുത്ത പ്രതിസന്ധിയാണ് കോവിഡ് സൃഷ്ടിച്ചത്. തിരുവനന്തപുരവും ആലപ്പുഴയും ഇടുക്കിയും തൃശൂരും പൂർണ്ണമായും സ്തംഭിച്ചപ്പോൾ അല്പമെങ്കിലും പിടിച്ചു നിന്നത് എറണാകുളം ജില്ലയാണ്. 150ഓളം ഹോട്ടലുകൾ പെയ്ഡ് ക്വാറന്റൈൻ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ കുറച്ചെങ്കിലും വരുമാനം ലഭിച്ചു. വിദേശ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ കായൽ ടൂറിസത്തിന് പേരുകേട്ട ആലപ്പുഴ തകർന്നടിഞ്ഞു. 2000-ഓളം ബോട്ടുകളാണ് പുന്നമടക്കായലിൽ നിശ്ചലമായത്. ഞങ്ങളുടെ സാഹചര്യം ഇപ്പോൾ പട്ടിണിയും പരിവട്ടമായിട്ടൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ ആർക്കും തൊഴിലില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഏരിയ നടക്കുന്നത്. അതുകൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജീവിക്കുന്നവരെല്ലാം അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇതുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഈ കിടക്കുന്ന വെള്ളം കൂടെ കുറേ വെള്ളമൊക്കെ ഇവിടുന്ന് മാറ്റി അവരുടെ വീടുകളിൽ കൊണ്ടിട്ടിരിക്കുക. പ്രധാനമായും വേനലവധി, ഓണം സീസണുകളാണ് നഷ്ടമായത്. രോഗവ്യാപനം നിലനിൽക്കുന്നുണ്ടെങ്കിലും സെപ്റ്റംബർ പകുതിയോടെ ആഭ്യന്തര ടൂറിസം രംഗം തുറന്നുകൊടുക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. എങ്കിലും വിദേശ സഞ്ചാരികൾ ഏറെ എത്താറുള്ള ഇടുക്കിയിലും ആലപ്പുഴയിലുമൊക്കെ പ്രതിസന്ധി തുടരാനാണ് സാധ്യത. കോവിഡ് ഇത്രയധികം പ്രതിസന്ധി സൃഷ്ടിച്ച മറ്റൊരു മേഖലയില്ല. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാർഗമാണ് സമാനതകളില്ലാത്ത വിധം തകർന്നടിഞ്ഞത്. ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഓമന മക്കളുടെ പേർവല്ലി പാടിയിട്ട് അടിത്തോടായിക്കൊണ്ട് കാരണന്മാരും ഭഗവാൻ ആദ്യം പറഞ്ഞിട്ട് പാട്ട് തുടങ്ങിയതാണ്. ഭഗവാനാണ് ആദ്യം ഇത് തെളിയിക്കുന്നത്. ഇതിപ്പോ തലമുറ അങ്ങനെ രണ്ടുകൂടി പാർവ കഴിഞ്ഞ കഴിഞ്ഞു. തുയിലുണരും ഓണം ഇന്നുച്ചയ്ക്ക് 12:30. കോവിഡിനെ തുടർന്ന് തകർന്ന ടൂറിസം മേഖലയെ പുനരുദ്ധരിക്കാൻ പ്രാദേശിക ടൂറിസം ശക്തമാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ബീച്ചുകളും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളും തുറക്കും. ആദ്യഘട്ടത്തിൽ പ്രാദേശിക സഞ്ചാരികളെയും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയും സംസ്ഥാനത്തേക്ക് ആകർഷിക്കാനുമുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി ന്യൂസ് 18 ചർച്ചയിൽ പറഞ്ഞു. ആഭ്യന്തര ടൂറിസ്റ്റ് രംഗം തുറന്നു കൊടുക്കണം. അതിന്റെ സമയമായിട്ടില്ല. നമ്മൾ അല്പ ദിവസം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുകയാണ്. നിശ്ചയമായിട്ടും നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രാദേശിക ടൂറിസം ഒന്ന് തിരിച്ചു വരവിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവിഷ്കരിച്ച് ഇന്ത്യക്കകത്തുള്ള ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ആണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും പൊതു വോട്ടർ പട്ടിക കൊണ്ടുവരുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ. ഈ മാസം 13-ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരേ വോട്ടർ പട്ടിക കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൊതു വോട്ടർ പട്ടിക നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌഡ, ലെജിസ്ലേറ്റീവ് സെക്രട്ടറി G. നാരായണ രാജു, പഞ്ചായത്ത് രാജ് സെക്രട്ടറി സുനിൽ കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.